നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിക്ടർ ഫ്രാങ്ക്ലിന്റെ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതെ, അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനാണ്, ഹോളോകോസ്റ്റ് അതിജീവിച്ച ഒരാളാണ്. അപ്പോ ഈ പുസ്തകം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പിന്നെ കുറെ ചിന്തകളും ഒക്കെ ചേർന്നതാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. പക്ഷെ വെറുമൊരു ഓർമ്മക്കുറിപ്പ് എന്നതിലുപരി മനഃശാസ്ത്രപരവും തത്വചിന്താപരവുമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ശരിയാണ്. ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിജീവിക്കാൻ കഴിയും. അതാണ് ഇതിലെ ഏറ്റവും ശക്തമായ സന്ദേശം. നമുക്കതിലേക്ക് കടക്കാം. ആദ്യ ഭാഗത്ത് അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. ഓഷ്വിറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഭീകരമായ കാര്യങ്ങൾ. അതെ, ആ വിവരണങ്ങൾ ശരിക്കും വായിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അതിൽ നിന്നുള്ള ചില തിരിച്ചറിവുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? പ്രധാനമായിട്ടും സഹനം. അത് ജീവിതത്തിലുണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. അതാണ് നമ്മുടെ ഒരു ആന്തരിക സ്വാതന്ത്ര്യം. അതെ അതെ. അവിടെ ക്യാമ്പുകളിൽ പ്രതീക്ഷ പോയവർ അവർ പെട്ടെന്ന് തളർന്നുപോയി, മരണപ്പെട്ടു. എന്നാൽ ഒരു ലക്ഷ്യമോ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയോ ഒരു വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും ഒരു അർത്ഥം ജീവിതത്തിനുണ്ടെന്ന് തോന്നിയവർ അവർ പിടിച്ചുനിന്നു, അതിജീവിച്ചു. ആ നരകത്തിലും മനുഷ്യർക്ക് ദയയും അന്തസ്സുമൊക്കെ കാണിക്കാൻ പറ്റിയെന്നത് അത്ഭുതം തന്നെ. ഈ പറഞ്ഞ മനോഭാവം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, അതാണോ ഫ്രാങ്കിൽ പറയുന്ന ആത്യന്തികമായ മനുഷ്യ സ്വാതന്ത്ര്യം? അതെ,